നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ക്രിസ് ക്രോസ് സ്റ്റിച്ച് ഇല്ലേ, സെയിം അതുപോലെ തന്നെയാണ് സ്റ്റിച്ചിങ് മെത്തേഡ്സ് എല്ലാം. ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഈ സ്റ്റിച്ചിന് നമുക്ക് പാരലലായിട്ട് 2 ലൈൻസ് വരച്ചു കൊടുക്കണം. ഈ സ്റ്റിച്ച് ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിൽ ഒന്ന് വരച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. കണ്ടാൽ ക്രിസ് ക്രോസ് പോലെയും അല്ലെങ്കിൽ സിക്സാക്ക് പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ആ ഒരു സ്ലാൻഡിങ് ലൈൻ നമുക്കൊന്ന് നീട്ടി സ്റ്റിച്ച് ചെയ്താലേ ആ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഡ്രോ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പോൾ ഡ്രോ ചെയ്തിരിക്കുന്ന കണ്ടാൽ അറിയാം, നമ്മളൊരു സ്ലാൻഡിങ് ലൈൻ വരച്ച് അത് കഴിഞ്ഞ് അടുത്ത സ്ലാൻഡിങ് ലൈൻ അതിന് തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്ലാൻഡിങ് ലൈൻ ജോയിൻറ്റ് ചെയ്യുന്നിടത്ത് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യത്യാസമാണ് ഹെറിംഗ് ബോൺ സ്റ്റിച്ചിനുള്ളത്. ഫസ്റ്റ് ഞാനിവിടെ ജെറി ത്രെഡിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ഒന്നും യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മളെല്ലാ സ്റ്റിച്ചിലും ചെയ്യുന്ന പോലെ തന്നെ നീഡിൽ കുത്തി ത്രെഡ് എടുത്തു. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടു. ഇനി ഇവിടെ സ്ലാൻഡിങ് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ആ മുകളിലേക്ക് ഒരു ലോങ് ചെയിൻ. ഇനി ആ ലോങ് ചെയിനിനെ ലോക്ക് ചെയ്യാനായിട്ട് അതിന് തൊട്ടടുത്തായിട്ടൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ഇപ്പോൾ നമ്മൾ ലോക്ക് സ്റ്റിച്ച് ഇട്ടതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയ ചെയിൻ കൊടുക്കണം. അതായത് നമ്മൾ താഴേക്കുള്ള സ്ലാൻഡിങ് ചെയ്തില്ലേ, ഇനി അതിനെ ലോക്ക് ചെയ്യാനായിട്ടൊരു ലോക്ക് സ്റ്റിച്ച്. അതിനുശേഷം വീണ്ടും താഴേക്ക് നമുക്ക് സ്ലാൻഡിങ് ലോങ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഒരു ലോക്ക് സ്റ്റിച്ച്, വീണ്ടും ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഓപ്പോസിറ്റിൽ ബാക്കിലായിട്ട് ഒരു ചെറിയ ചെയിൻ. ഇനി അതിനെ ലോക്ക് ചെയ്യാൻ ഒരു ലോക്ക് സ്റ്റിച്ച്, വീണ്ടും മുകളിലേക്ക് സ്ലാൻഡിങ്, അതിനുശേഷം അതിനെ ലോക്ക് ചെയ്യാൻ ലോക്ക് സ്റ്റിച്ച്, വീണ്ടും ബാക്കിലേക്ക് ഒരു ചെയിൻ, അതിനെ ലോക്ക് ചെയ്യാൻ ലോക്ക് സ്റ്റിച്ച്, വീണ്ടും താഴേക്ക് ലോങ് ചെയിൻ. നമുക്കിവിടെ ആ ട്രയാങ്കിൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റിച്ച് കറക്റ്റ് ആ സ്റ്റിച്ച് ചെയ്ത സ്ഥലത്ത് തന്നെ ഇരിക്കും. ലോങ് ചെയിൻ നമ്മൾ ലോക്ക് ചെയ്യാതെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷോർട്ടായിട്ട് ചെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലോങ് ചെയിൻ ലൂസായിട്ട് പോകും. അതിനി ഷോർട്ട് ചെയിൻ കൊടുത്തിട്ട് താഴേക്ക് എടുക്കുമ്പോഴത്തേക്ക് അത് വീണ്ടും ആ ഒരു ഷോർട്ട് ചെയിൻ താഴത്തെ ആ ഒരു ചെയിനിലേക്ക് കയറി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ലോക്ക് ചെയ്യുന്നത്. ലോക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പും കിട്ടും. പിന്നെ ഈ ഒരു സ്റ്റിച്ച് ക്രിസ് ക്രോസ് പോലെ അടുപ്പിച്ചല്ല, ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഓരോ സ്റ്റിച്ച് തമ്മിലും ആ ഓരോ ക്രോസ് തമ്മിലും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ക്രിസ് ക്രോസ് ചെയ്ത സമയത്ത് ഗ്യാപ്പില്ലാതെ നമ്മൾ അടുപ്പിച്ചായിരുന്നു ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആ ഒരു ട്രയാങ്കിൾ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം കൂടുതലും. കാരണം ഒരു ട്രയാങ്കിൾ ചെറുതും ഒരെണ്ണം വലുതും അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പ് ആകുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് കാണാൻ അത്ര ഭംഗി വരില്ല. പിന്നെ ആ ഒരു സ്ലാൻഡിങ് നമ്മൾ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ആ പുറകിലേക്ക് ഷോർട്ട് ചെയിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ മുന്നിലേക്ക് വേണം സ്ലാൻഡിങ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ. കുറച്ച് നീട്ടി നമ്മൾ ആ ഒരു സ്ലാൻഡിങ് സ്റ്റിച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളത് ഷോർട്ട് ചെയിനൂടെ ചെയ്ത് ലോക്ക് സ്റ്റിച്ച് ഇട്ട് വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്ലാൻഡിങ് എടുക്കുമ്പോൾ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഈ സ്റ്റിച്ച് ഒരു ഫില്ലിംഗ് സ്റ്റിച്ച് അല്ല, ഇത് നമ്മൾ ബോർഡറിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഷോളിൻ്റെ ബോർഡർ ചെയ്യാൻ, അതല്ലെങ്കിൽ ബ്ലൗസിൻ്റെ സ്ലീവ്സിലൊക്കെ നമ്മൾ ഹാങ്ങിങ്സ് കൊടുക്കത്തില്ലേ, അപ്പോൾ ആ ഒരു ഹാങ്ങിങ്ങിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കൊടുത്താൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. പിന്നെ നമ്മൾ ചില ബ്ലൗസിൻ്റെയൊക്കെ ബോർഡർ സ്ലീവ്സിൽ നല്ല വീതി ഉണ്ടായിരിക്കും, കശവ്. അപ്പോൾ ആ കശവിൽ നമുക്ക് വേണമെങ്കിൽ സാരിയുടെ കളറ് കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അത്. ഇവിടെ നമുക്ക് ഈ ഓരോ ക്രോസിലും നമുക്ക് സ്റ്റോൺ വർക്കോ അല്ലെങ്കിൽ ബീഡ്സ് വർക്കൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ആ ഓരോ ട്രയാങ്കിളിൽ നമുക്ക് ഷുഗർ ബീഡ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റീവായിട്ട് എന്ത് ഡിസൈൻസ് വേണേലും നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ ആണെങ്കിലും കോൺട്രാസ്റ്റ് കളറ് അനുസരിച്ച് നമുക്ക് ബീഡ്സോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഇവിടെ ഈ ഓരോ ട്രയാങ്കിളിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പില്ലേ, ആ ഒരു സ്ഥലത്ത് നമുക്ക് ബീഡ്സോ അല്ലെങ്കിൽ ഷുഗർ ബീഡ്സോ അല്ലെങ്കിൽ പേളോ അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിച്ച് തീരുന്ന സ്ഥലത്ത് നമുക്കൊരു ലോങ് ചെയിൻ എടുക്കാം. അതിനുശേഷം ലോങ് ചെയിനിൻ്റെ അടുത്ത് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി സിൽക്ക് ത്രെഡിൽ ചെയ്ത് കാണിക്കാം. സ്റ്റാർട്ടിങ് എല്ലാം നമ്മുടെ പഴയതുപോലെ തന്നെ ത്രെഡ് എടുക്കുക, ലോക്ക് സ്റ്റിച്ച് ഇടുക. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ സ്ലാൻറ്റിങ് ആയിട്ടൊരു ലോങ് ചെയിൻ. ഇവിടെ ഞാൻ ഡ്രോ ചെയ്യുന്നില്ല കേട്ടോ, ഡ്രോ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇനി ബാക്കിലേക്ക് ഒരു ചെറിയ ചെയിൻ, അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ചും കൊടുക്കണം. താഴേക്ക് ലോങ് ചെയിൻ എടുക്കുമ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ട് എടുക്കരുത്, കുറച്ചുകൂടെ മുന്നോട്ട് നീക്കി വേണം നമുക്ക് ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ
എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബാക്ക് ചെയിനും കൂടി സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് കിട്ടത്തുള്ളൂ. ഇനി മുകളിലേക്ക് ലോങ് ചെയിൻ എടുക്കുമ്പോഴും ആ ഒരു ട്രയാങ്കിളിനുള്ള സ്പേസ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഈ സ്റ്റിച്ചും സെറി ത്രെഡിൽ ചെയ്യുന്നതിനേക്കാൾ സിൽക്ക് ത്രെഡിൽ കാണാനാണ് ഭംഗി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് സെറി ത്രെഡിൽ ചെയ്ത് കാണിച്ചത്. കാരണം രണ്ടും തമ്മിലുള്ള ആ ഒരു ലുക്കിൽ വരുന്ന ഡിഫറൻസ് അറിയാൻ പറ്റുമല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അത് മനസ്സിലാവത്തില്ല, പക്ഷെ ചെയ്ത് കാണിക്കുമ്പോഴല്ലേ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച ലൂപ്പ് ചെയിൻ സ്റ്റിച്ച്, ബാക്ക് ചെയിൻ സ്റ്റിച്ച്, ഇതൊക്കെ ജെറി ത്രെഡിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. കാരണം അതിൻ്റെ ആ ഒരു നോട്ടൊക്കെ ജെറി ത്രെഡിലാണ് കുറച്ചുകൂടെ നന്നായിട്ട് എടുത്ത് കാണുന്നത്. സിൽക്ക് ത്രെഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചിന് അത്രയും ഒരു എടുപ്പ് കാര്യങ്ങളൊന്നും വരത്തില്ല. അതുപോലെ ചെയിൻ സ്റ്റിച്ച് ഇതൊക്കെ നമ്മൾ ജെറിയിൽ ചെയ്തെങ്കിൽ നല്ല എടുത്ത് കാണിക്കത്തുള്ളൂ. നമ്മൾ കൂടുതലും ചെയിൻ സ്റ്റിച്ചുകളെല്ലാം ജെറിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ക്രിസ് ക്രോസ്, ചോക്ലേറ്റ്, ഡബിൾ ബോക്സ് ഇതെല്ലാം സിൽക്ക് ത്രെഡിൽ ചെയ്യുന്നതാണ് കാണാൻ ഭംഗി. ഈ സ്റ്റിച്ചിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ അത് കൂടുതൽ കാണാൻ ഭംഗിയും ഫിനിഷിങ്ങും നമ്മൾ സിൽക്ക് ത്രെഡിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സ്റ്റിച്ചിൽ നീഡിൽ എല്ലാ ഡയറക്ഷനിലേക്കും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്ലാസ് 1 തൊട്ടുള്ള വീഡിയോസ് 1 by 1 ആയിട്ട് കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തില്ല. നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമ്പർ സേവ് ചെയ്യാതെ തന്നെ എൻക്വയറി ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാം. ഇവിടെ ലാസ്റ്റിൽ എൻഡ് നോട്ടിട്ട് ഫിനിഷ് ചെയ്യാം. ഇനി ഒരു നെക്ക് ഡിസൈൻ കൂടി കാണിക്കാം. ഞാനിവിടെ റൗണ്ട് നെക്കാണ് ഡ്രോ ചെയ്യുന്നത്. ഇനി ഈ നെക്കിന് പാരലായിട്ട് ഒരു നെക്ക് കൂടി ഡ്രോ ചെയ്യുന്നുണ്ട്. നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ നീഡിൽ കുത്തി ത്രെഡ് എടുത്തു, ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. അതിനുശേഷം സ്ലാൻറ്റിംഗ് ആയിട്ട് ഒരു ലോങ് ചെയിൻ, ഇനി ഒരു ലോക്ക് സ്റ്റിച്ച്, ഇനി ബാക്കിലേക്ക് ഒരു ചെറിയ ചെയിൻ, അതിനെ ലോക്ക് ചെയ്യാനായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച്. ഇവിടെ 2 യു ഷേപ്പും തമ്മിൽ സൈസിൽ വ്യത്യാസമുണ്ട്. ഫസ്റ്റിലത്തേത് സൈസ് ചെറുതും അതിന് ഔട്ടറായിട്ട് വന്നിരിക്കുന്നത് സൈസ് വലുതുമാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചെറിയ സൈസിലെ യുവിൽ ട്രയാങ്കിൾ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും വരുന്നത്. കുറച്ചുകൂടെ ഗ്യാപ്പ് വിട്ടിട്ടായിരിക്കും ആ താഴത്തെ ലെയർ വരുന്നത്. അതുകൊണ്ട് യു നെക്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ സ്റ്റിച്ചിങ്ങിൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. മുകളിലത്തെ ട്രയാങ്കിളെല്ലാം അടുപ്പിച്ചാണ്, കുറച്ചുകൂടെ ഗ്യാപ്പിലാണ് താഴത്തെ ട്രയാങ്കിൾസ്. ഇനി ഇവിടെ നമുക്ക് സിക്സാക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ ലെയർ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചെറിയ നെക്ക് വരച്ചുകൊണ്ട് മുകളിൽ എല്ലാ സ്ഥലത്തും ഹെറിംഗ് ബോൺ ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നില്ല. മുകളിൽ സ്പേസ് കിട്ടാത്ത സ്ഥലങ്ങളിൽ ഞാൻ സിക്സാക്ക് കൊടുക്കുകയാണ്. താഴെ എല്ലാ സ്ഥലത്തും ഹെറിംഗ് ബോൺ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഒരു നെക്ക് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുകളിലും ഇതുപോലെ ഹെറിംഗ് ബോൺ ചെയ്യാനുള്ള സ്പേസ് കിട്ടും. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഷേപ്സ് പറയാം. സെറി ത്രെഡിൽ ഒരു ലൈൻ പ്രാക്ടീസ് ചെയ്യണം, അതുപോലെ സിൽക്ക് ത്രെഡിൽ ഒരു ലൈൻ പ്രാക്ടീസ് ചെയ്യണം. ഇനി ഈ ഒരു യു നെക്ക് ചെയ്യുമ്പോൾ കുറച്ച് വൈഡായിട്ടുള്ള നെക്ക് തന്നെ എടുക്കണേ. പിന്നെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് കൂടി. ഞാനൊരു സിമ്പിൾ ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഡ്രോ ചെയ്യുന്നത്. ഈ ബട്ടർഫ്ലൈ ഇതുപോലെ ഓരോ ലെയറായിട്ട് തിരിച്ചിട്ട് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഡ്രോ ചെയ്യുന്ന പോലെ ഓരോ ലെയറും ഓരോ കളറിൽ ചെയ്യുവാണെങ്കിൽ കാണാൻ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഡ്രോ ചെയ്യുന്ന പോലെ ബോർഡർ മാത്രം ഡിസൈൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ഷേപ്സും സിംഗിൾ ലെയർ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്